ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പിക്ക് വോട്ട് വർദ്ധിക്കും, സീറ്റ് കൂടുതൽ നേടും എന്ന് വിവിധ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതിൻ്റെ കാരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് കൂടുതൽ വോട്ട് നരേന്ദ്രമോദിക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് കണക്കൂട്ടുന്നത്. അത് ഏറ്റവും കൂടുതൽ പ്രകടമായിരിക്കുന്നത് ഇത്തവണ ദക്ഷിണേന്ത്യയിലാണ്. നമുക്കറിയാം 2019 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം നൽകുന്ന എൻ.ഡി.എക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കാൻ കാരണമായത് അവരുടെ ശൗചാലയം, ഉജ്ജ്വല യോജന, ധൻ യോജന തുടങ്ങിയ അനവധി പദ്ധതികളായിരുന്നു. 2024 എത്തുമ്പോൾ അനവധി പദ്ധതികൾ, ജൽജീവൻ ഉൾപ്പെടെയുള്ള അനവധി പദ്ധതികളുമായി മുമ്പോട്ട് വന്നു. ഈ പദ്ധതികൾ രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളെ മോദി സർക്കാരിന് അനുകൂലമാക്കി വോട്ട് ചെയ്യുന്നതിനായി പ്രേരിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതുപ്രകാരം ഈ പ്രധാനപ്പെട്ട ദക്ഷിണേന്ത്യ പ്രധാനമായിട്ട് ഈ മോദി സർക്കാരിന് അനുകൂലമായത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, 3 പ്രധാനപ്പെട്ട പദ്ധതികളാണ്. അതിലൊന്ന് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് സ്കീം, അതുപോലെ ജൻ ഔഷധി, മുദ്രാ ലോൺ. ഇത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക്, ദക്ഷിണേന്ത്യയിലെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിന് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ തൃശ്ശൂർ, ആലപ്പുഴ, തിരുവനന്തപുരം ഇവിടങ്ങളിൽ ജൻ ഔഷധിക്ക് വളരെ മികച്ച പ്രതികരണമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ മോദി സർക്കാരിൻ്റെ കീഴിലുള്ള സ്കീമുകളെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അവർ പറയുന്നത് ഈ ഞങ്ങൾക്ക് ഒരിക്കലും ലഭ്യമാകില്ല എന്ന് കരുതിയത്, ഇല്ലെങ്കിൽ തങ്ങൾക്ക് ഒരിക്കലും ഒരു സഹായം ഉണ്ടാകില്ല എന്ന് കരുതിയെടുത്താണ് ഈ സ്കീമുകൾ വഴി അനവധി സഹായങ്ങൾ എത്തിയത്. അതുപോലെ തന്നെ നൂലാമാലകളൊന്നും തന്നെ ഈ സ്കീമുകൾക്ക് ഇല്ല എന്നുള്ളതും ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇതെല്ലാം സെൻട്രൽ ഗവൺമെൻറ് സ്കീമുകളാണ് എന്ന് ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇത് തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണവും. കേരളത്തിൽ പോലും നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് ഒരു 6 മാസം മുമ്പ് ഒരു സ്വകാര്യ ഏജൻസി നടത്തിയ സർവേയിൽ 35% പേരായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണച്ചുകൊണ്ടെത്തിയത്. അത് ബി.ജെ.പിക്ക് ഉള്ള പിന്തുണയല്ല, പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള പിന്തുണയാണ്. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് പറയുന്ന ജൻ ഔഷധിക്ക് മാത്രം തൃശ്ശൂരും, ആലപ്പുഴയും, തിരുവനന്തപുരത്തും വലിയ പ്രതികരണം തന്നെയാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ ജൻ ഔഷധിയിൽ നിന്ന് മരുന്നുകളും മറ്റും വാങ്ങുന്നതിന് ശ്രമിക്കുന്നു എന്ന് തന്നെ പുറത്തു വരുന്നവർ. ഏതായാലും ബി.ജെ.പിക്ക് 2019 നാം ഏറെ കളിയാക്കിയ കക്കൂസ്, ഒപ്പം തന്നെ ഉജ്ജ്വല യോജന തുടങ്ങിയവയാണ് വോട്ട് നേടി കൊടുത്തതെങ്കിൽ 2024 എത്തുമ്പോഴേക്കും 206 പദ്ധതികളാണ് രാജ്യത്ത് എമ്പാടുമുള്ളത്. ആ പദ്ധതികളുടെ ഗുണഭോക്താക്കളാക്കി അനവധി പേരുടെ കേരളത്തിൽ മാത്രം 1.25 കോടി ജനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിൽ ഗുണഭോക്താക്കളായിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.